നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുതിയൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹിയറിംഗിന് ഹാജരാകേണ്ടവർക്ക് 7 ദിവസം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കും. അവർ നോട്ടീസ് ലഭിച്ച ഉടനെ തന്നെ ഹിയറിംഗിന് ഹാജരാകണം. ആദ്യത്തെ തവണ ഹിയറിംഗിന് ഹാജരാകാൻ സാധിക്കാത്തവർ കാരണം സഹിതം BLOയെ അത് ബോധ്യപ്പെടുത്തണം. എന്നാൽ മാത്രമേ രണ്ടാമത് നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ അവസരവും നിങ്ങൾ പാഴാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. ഇപ്പോൾ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് BLO നിങ്ങൾക്ക് നോട്ടീസ് മുഖേനയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ ആയിരിക്കും നിങ്ങളെ ഇത് അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകുമെന്നാണ് പറഞ്ഞത്. അത് കിട്ടിയ ഉടനെ നിങ്ങൾ ആ ദിവസം തന്നെ കറക്റ്റായിട്ട് ഹാജരാകാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ പാഴാക്കരുത്. അതുപോലെ തന്നെ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായവരും ഫോം ഫിൽ ചെയ്ത് കൊടുക്കാത്തവരും അതുപോലെ തന്നെ പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും ഒക്കെ ആയിട്ട് ജനുവരി 22-ാം തീയതി വരെ നിങ്ങൾക്കൊരു അവസാന ചാൻസ് നൽകിയിട്ടുണ്ട്. ആ 22-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാവരും ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നീടുള്ളവർക്ക് ഫോം ഫിൽ ചെയ്യാൻ അവസരം നൽകുന്നതല്ല. 2026 ഫെബ്രുവരി 21-ാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ജനുവരി 22-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഫോമുകളിലെ തെറ്റുകൾ തിരുത്തുവാനും അതുപോലെ തന്നെ പുതിയ അപേക്ഷ നൽകുവാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്കിപ്പോൾ അവസരമുണ്ട്. അത് മാക്സിമം ആൾക്കാർ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഹിയറിംഗിന് ഹാജരാകേണ്ടവർ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 7 ദിവസം മുമ്പ് നിങ്ങളെ നോട്ടീസ് മുഖാന്തരമോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ BLO നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് കറക്റ്റ് ദിവസം തന്നെ നിങ്ങൾ ഹാജരാകാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു ചാൻസും കൂടെ ഉള്ളൂ. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാരണസഹിതം നോട്ടീസ് എഴുതി അവർക്ക് അറിയിക്കേണ്ടി വരും. എന്ത് കാരണത്താലാണ് എനിക്ക് ഫസ്റ്റ് ഹിയറിംഗിന് ഹാജരാകാൻ സാധിക്കാത്തതെന്നുള്ളത്. രണ്ടാമതൊരു ചാൻസും കൂടെ ഉള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നതല്ല. അപ്പോൾ മാക്സിമം ഈ കാര്യങ്ങൾ ആൾക്കാർ പ്രയോജനപ്പെടുത്തുക. വീണ്ടും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും